നമ്മുടെ വീട്ടിലും പരിസരത്തിലൊക്കെ വാട്ടർ ടാങ്കുകളുണ്ടാവും. വീട്ടിലെ ടാങ്കൊക്കെ സമയാസമയങ്ങളിൽ നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്. ഒരു വ്യക്തി ഒരു കെട്ടിടം വാങ്ങുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ആ കെട്ടിടത്തിൻ്റെ 4 അതിരുകൾ തിരിക്കുന്നതിന് വേണ്ടി ആ കെട്ടിടത്തിൻ്റെ റൂഫ് ടോപ്പിലേക്ക് ഞാൻ പോവുകയുണ്ടായി. ടോപ്പിൽ നിന്ന് നോക്കി അതിർത്തിയൊക്കെ നിർണയിച്ച ശേഷം അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. വെറുതെ ഒന്ന് ആ വാട്ടർ ടാങ്ക് തുറന്നു നോക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു സംഭവം മനസ്സിലായത്. ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ആ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലായത്. അതല്ലെങ്കിൽ 1 വർഷത്തിലധികമായിട്ട് ആ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്തിട്ടില്ല. താഴെ ഹോട്ടലും കൂൾബാറും ആ കെട്ടിടത്തിൽ ലോഡ്ജ് മുറികളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് വീണ്ടും പഠിച്ച സമയത്താണ് പല വലിയ കെട്ടിടങ്ങളും കുറേ ആളുകൾ ഉപയോഗിക്കുന്നുണ്ടാവും, വാട്ടർ സിസ്റ്റം അതേ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ ടാങ്ക് ക്ലീൻ ചെയ്യാൻ ആരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായൊരു മറുപടി ആരിൽ നിന്നും ലഭിക്കാറില്ല. അതേപോലെ തന്നെയാണ് സർക്കാർ ഓഫീസുകളിലും. ഞാൻ പല അറിയുന്ന ഉദ്യോഗസ്ഥന്മാരായിരുന്നു ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആരെയാണ് ചുമതല, ഓഫീസ് ഓർഡർ പ്രകാരം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചാൽ കൃത്യമായൊരു മറുപടി ലഭിക്കാറില്ല. ആശുപത്രിയുടെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ ആരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാലും കൃത്യമായ മറുപടിയില്ല. വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ടാങ്ക് കൃത്യമായി ക്ലീൻ ചെയ്തെന്ന് പരിശോധിച്ചാൽ ചിലപ്പോൾ അതും ഉണ്ടാവില്ല. വളരെ ഗുരുതരമായൊരു പ്രശ്നമല്ലേ പല ആളുകളും പല രീതിയിലും ഉപയോഗിക്കുന്ന ഈ വാട്ടർ ടാങ്കുകൾ മാസങ്ങളോളം വർഷങ്ങളോളം ക്ലീൻ ചെയ്യാതെ വെച്ച് ഉപയോഗിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങളുമായി പങ്കുവെച്ചതാണ്.